വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. സെൻസസ് വരികയാണ്. 2027 സെൻസസ് ആണ് ഇപ്പോ വരുന്നത്. എന്തായാലും ഇതിൽ നമ്മൾ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിജുചേട്ടാ, 16 വർഷത്തിന് ശേഷമാണ് ജനസംഖ്യാ സെൻസസ് എടുക്കുന്നത്. 10 വർഷത്തിലൊരിക്കലാണ് നമ്മൾ സെൻസസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കോവിഡ്-19 പാൻഡമിക് കാരണമാണ് ഇപ്പോൾ അത് നടത്താൻ പറ്റാതെ 16 വർഷത്തിന് ശേഷമായി മാറ്റിവെച്ചിരിക്കുന്നത്. അവസാനത്തെ സെൻസസ് 2011 നടത്തിയത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്തവണ സെൻസസ് വരുമ്പോൾ പൊതുജനങ്ങൾ കൊടുക്കേണ്ട അവരുടെ വിവരങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും. നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പൊ മാറിയ സാഹചര്യം, മാറിയ ഗവൺമെന്റ്, നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്താണ് സെൻസസ് വരുന്നത്. നമ്മൾ നേരത്തെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് കൊടുത്തൊരു വാർത്ത ഈ മസ്ജിദ് പ്രൊഫൈലിംഗ് ആയിരുന്നു. അത് കശ്മീരിൽ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ മസ്ജിദുകളുടെ എല്ലാ കാര്യങ്ങളും, അപ്പൊ ഇമാമിന്റെ വീട്, വീട്ടുപേര്, വീട്ടു നമ്പർ, ഭൂഗർഭ ഉണ്ടെങ്കിൽ മസ്ജിദിൽ അത് മസ്ജിദ് കെട്ടിയ ഏതാണ് മസ്ജിദ് കെട്ടിയിരിക്കുന്ന ആ ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ സിമന്റ് കെട്ടിയതാണോ മറ്റേ അങ്ങനെ ഒരു സാഹചര്യം, അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഫോണിന്റെ IMEI നമ്പർ, ഇതെല്ലാം കൊടുക്കണം. ഇപ്പോഴിതാ സെൻസസ് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് സെൻസസിൽ ഇലക്ട്രോണിക് മാർഗങ്ങൾ കൊണ്ടുവരികയാണ്, അത് ഉപയോഗിക്കുകയാണ്. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമായും വീടുകളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സൗകര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കലും ഉൾപ്പെടും. ഏറ്റവും പ്രധാനമായി രാജ്യത്ത് ആദ്യമായി ജാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇലക്ട്രോണിക് രീതിയിൽ ശേഖരിക്കും. അതായത് സെൻസസ് പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത്, നമ്മൾ 33 കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം കേന്ദ്ര സർക്കാരിന്. എല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വീട്ടു നമ്പർ, സെൻസസ് കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ, സെൻസസ് കെട്ടിടത്തിന്റെ ചുമരുകൾ ഉപയോഗിക്കുന്ന പ്രധാന വസ്തുക്കൾ, കെട്ടിട ഉപയോഗം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ. അപ്പൊ ഇതിൽ എനിക്ക് പെട്ടെന്ന് ഇത് സ്ട്രൈക്ക് ചെയ്ത് ഈ സെൻസസ് കെട്ടിട ഉപയോഗം അത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുക്കുന്നുണ്ട്. രണ്ടാമത് ഈ സാധാരണ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം. പിന്നെ ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശ നില, അത് ചോദിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ നമ്പർ അടക്കമുള്ളവ കൃത്യമായിട്ട് നമ്മൾ അവിടെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെൻസസിൽ ഞാൻ വളരെ അട്രാക്റ്റീവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻസസ് നമ്മുടെ സർക്കാർ കൊണ്ടുവരുമ്പോൾ സർക്കാരിന്റെ മനസ്സിൽ ഇനി അടുത്ത സെൻസസ് ഒരുപാട് നാൾ കഴിഞ്ഞ് എടുക്കാനുള്ളൂ. അപ്പൊ ഇപ്പൊ എടുക്കുമ്പോൾ ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു വീട്, ആ വീട്ടിന്റെ സകല കാര്യങ്ങളും അരിച്ചു പറക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്യാൻ പോകുന്നത്. ഈ സെൻസസ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിലെ വളർച്ചയ്ക്ക് എങ്ങനെ ഒരു മുതൽക്കൂട്ടാകും, അല്ലെങ്കിൽ എങ്ങനെ അത് മുതൽക്കൂട്ടാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ 33 കാര്യങ്ങൾ ഒരു പൗരനിൽ നിന്ന് ശേഖരിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരു സെൻസസ് ഒരു രാജ്യം എടുക്കുന്നത് തന്നെ ആ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി തന്നെയാണ്. അതിന് കാര്യങ്ങളെല്ലാം അറിയണം. എത്ര ജനമുണ്ട്, ഏതൊക്കെ ജനം ഏതൊക്കെ രീതിയിലാണ് ജീവിക്കുന്നത്, എന്തൊക്കെ കഴിക്കുന്നു, വെള്ളം കിട്ടുന്നുണ്ടോ, ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. അപ്പൊ നമ്മുടെ രാജ്യത്തെ പരമ്പരാഗതമായ രീതിയിലുള്ള സെൻസസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു അറിവനുസരിച്ചാണെങ്കിൽ ഈ ഒരു സെൻസസ് കൂടി മാത്രമേ ആളുകൾ വീട്ടിൽ വന്ന് സെൻസസ് എടുക്കുന്ന രീതിയിലേക്ക് മാറും. അതിനുശേഷം ഇനി ഇത്തരത്തിലുള്ള സെൻസസ് ഉണ്ടാകില്ല എന്നാണ്. കാരണം ടെക്നോളജി അതിന് മാത്രം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആധാർ കാർഡിന്റെ ഡബിളിങ്ങും കാര്യങ്ങളും ഒക്കെ അവസാനിച്ചിരിക്കുന്നു. അതേതാണ്ട് എല്ലാവരിലേക്കും വരുന്നു. മുമ്പ് നമ്മൾ കേട്ടിരുന്ന ഒരു വാർത്ത, കഴിഞ്ഞ വർഷമാണ് അത് കേട്ടിരുന്നത്, ഇനി ഒരു കാർഡേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലും മറ്റുമൊക്കെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അധികാരികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാർഡ് കൊടുക്കും. ആ കാർഡിൽ തന്നെ അവരുടെ ലൈസൻസ് വിവരങ്ങൾ ഉണ്ടാകും, അവരുടെ ഇൻഷുറൻസ് വിവരങ്ങൾ ഉണ്ടാകും, അവരുടെ സ്ഥലത്തിന്റെ വിവരങ്ങൾ ഉണ്ടാകും, അവരെ സംബന്ധിക്കുന്ന എല്ലാവിധ, അതായത് അവരുടെ ഫാമിലി വിവരങ്ങൾ ഉണ്ടാകും, എല്ലാ വിവരങ്ങളും അതിൽ ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മൾ കരുതും ഇതെല്ലാം വലിയ നീളത്തിലുള്ള ഒരു കാർഡായിരിക്കും, 1 by 1 ആയിട്ട് ഇത് അടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. അല്ല, ഇതിനകത്തൊരു ഡിജിറ്റൽ QR കോഡാണ്. ആ കോഡ് ഇട്ടിട്ട് ആ കോഡിൽ നിന്ന് എന്താണോ പോലീസിന് ആവശ്യമുള്ളത് എന്താണോ അതിന് അവർക്ക് എടുക്കാം. ഇതെല്ലാവരും വഴി നീളം നിന്നിട്ട് കാർഡ് ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാർഡിലേക്ക് നമ്മൾ പതുക്കെ മാറുകയാണ്. ഈ ആധാർ കാർഡിന്റെ ഒരു പുതിയ വേർഷൻ ഇപ്പോൾ വരാനുള്ള ഒരുക്കത്തിലാണ്. ഓൾറെഡി ഇപ്പോൾ നമ്മുടെ പക്കലുള്ള സിം കാർഡ് നമ്പറുകളെല്ലാം തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അല്ലാതെ ഇപ്പോൾ വ്യാജ സിം കാർഡ് എന്നൊരു പരിപാടി ഇപ്പോൾ ഇല്ല നിലവിൽ. വളരെ ഉണ്ടെങ്കിൽ തന്നെ വളരെ അപൂർവമാണ്. അടുത്തത് നമുക്ക് വരാൻ പോകുന്നത് വ്യാജ ID-കളുണ്ട്. ഈ Gmail ID-യും മറ്റുമൊക്കെ വ്യാജമായി തുറന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ ഞാനൊരു വ്യാജ ഇമെയിൽ ID ഇട്ട് എനിക്കൊരു യൂട്യൂബോ ഇല്ലെങ്കിൽ തുടങ്ങിക്കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ആരെയും എന്തും തെറി വിളിക്കാം. പോലീസ് തപ്പി വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു യമന്റെ IP അഡ്രസ്സിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു അഫ്ഗാന്റെ IP അഡ്രസ്സിൽ നിന്നായിരിക്കും എനിക്കത് തുറക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് പുതിയൊരു സംവിധാനം വരുന്നു. അതായത് നമ്മുടെ സിം കാർഡിലുള്ള
നെറ്റ് മാത്രമേ, ഇല്ലെങ്കിൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജിമെയിലും നെറ്റും മാത്രമേ അതിൽ വർക്ക് ചെയ്യുകയുള്ളൂ. 3 മാസം വരെ അങ്ങനെ അല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. ഇപ്പൊ വാട്സപ്പ് ഒക്കെ ആണെങ്കിലും നമ്മുടെ സിം കാർഡ് നമ്മൾ ഏതിൽ നമ്പറിലാണോ അത് എടുത്തിരിക്കുന്നത് ആ നമ്പർ ഇടുന്ന സിമ്മിൽ മാത്രമേ അത് വർക്ക് ആവൂ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. വാട്സപ്പ് നമ്മൾ ഒരെണ്ണത്തിൽ തുറന്നു, അടുത്തൊരു സിം ഇട്ട് അടുത്ത ഫോണിൽ നിന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വാട്സപ്പ് കിട്ടും. ഇപ്പോൾ ആ 2 വാട്സപ്പ് ഉണ്ടായില്ല, ഇനി ഒന്നേ ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും എല്ലാം ഒന്ന് മതി, അതായത് ലീഗലി ഒന്ന് മതി എന്നുള്ളത്. ബാക്കിയുള്ളൊക്കെ ഇല്ലീഗൽ ആയിരിക്കുമല്ലോ. അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ജിമെയിൽ ഐഡികളും മറ്റുമൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് എടുക്കാം നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് വേറെ ഒരു തലമാണ്. നമ്മൾ ബിസിനസ് ഫെയിം രജിസ്റ്റർ ചെയ്തിട്ട് അവരിൽ നിന്ന് എടുക്കുന്നതാണ്. അതിന് കുറെ പരിരക്ഷകളും മറ്റുമൊക്കെ ഉള്ളതുമാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഒപ്പം തന്നെ വീടിന്റെ ഒരു സ്ഥിതി, അതല്ല ധനുഷ് ഇപ്പൊ ആദ്യം പറഞ്ഞ ഒരു കാര്യം, അതല്ല ആ സർവേയിൽ പറയുന്നത്. വീടിന്റെ ആ കെട്ടിട ഉപയോഗം എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഈ കെട്ടിടങ്ങൾ പലതും, വീടിന്റെ കെട്ടിടങ്ങൾ പലതും, ഞാനിപ്പോ കേരളത്തിലെ മാത്രമായിട്ട് നമ്മൾ കാണണ്ട, കെട്ടിടങ്ങൾ പലതും കൊമേഴ്സ്യൽ കെട്ടിടങ്ങളായി വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. ഇത് സർക്കാരിലേക്ക് വലിയ രീതിയിലുള്ള നികുതി ലഭിക്കാതിരിക്കുന്നതിന് ഇടയാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തൊരു വീട് കെട്ടുന്നു, ആ വീട് ഒരു കടയായി നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്യുന്നു. അതാരും ചോദിക്കാനും പറയാനും ഇല്ല എങ്കിൽ അത് കടയുടെ വീടിന്റെ ആ സ്ലാബിലായിരിക്കും അതിന്റെ ഇലക്ട്രിസിറ്റി ആയാലും മറ്റു കരമായാലും എല്ലാം പോകുന്നത്. പക്ഷെ അത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ്. അങ്ങനെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മറ്റൊരാൾക്ക് 10 വർഷത്തേക്ക് ലീസിന് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള. അതായത് നമ്മുടെ കെട്ടിടം നമ്മുടെ സ്വന്തമാണെന്നോ ഇല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെയുള്ള. അതുകൊണ്ടാണ് അടുത്ത ചോദ്യം അതിനകത്ത് വരുന്നത്, ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മ മക്കളും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ. അച്ഛനും അമ്മയും 2 മക്കളും. ഇനി അത് കൂടാതെ ഞാൻ വേറൊരാളെ കൂടെ അവിടെ താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ടാകും എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്ന ഒരു ചോദ്യം. അത് 2 തരത്തിൽ വരാം. നമ്മുടെ കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അർത്ഥത്തിൽ കാണാം. കാശ്മീർ പോലെയുള്ളിടത്തൊക്കെ ആണെങ്കിൽ ഇതാരാണ് എന്നൊരു ചോദ്യം കൂടി വരാം. കാരണം ഇങ്ങനത്തെ ഈ ഭീകരവാദവും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അപ്പം അതൊരു ചോദ്യം രണ്ടാമത്തേതാണ്. മൂന്നാമത്തെ സിം കാർഡിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ ഇപ്പൊ നമ്മൾ തെറ്റിച്ച് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓൾറെഡി തന്നെ ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ നമ്പർ അവരുടെ ഉണ്ട്. പക്ഷെ എങ്കിലും അതൊന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫോൺ നമ്പർ ഒന്നുകൂടെ എഴുതി കൊടുക്കാൻ പറയുന്നത്. വേണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മലയാളിൽ ചില കുരുത്തം കെട്ടവന്മാരൊക്കെ ഉണ്ടല്ലോ, കുസൃതിക്കാരന്മാരൊക്കെ ചിലപ്പോൾ നമ്പർ തെറ്റിച്ചു കൊടുത്ത് സർക്കാരിനെ പറ്റിച്ചു എന്ന് പറയാം. പറ്റിക്കാനൊന്നും കഴിയില്ല. ഓൾറെഡി നമ്പറുകളെല്ലാം ഉണ്ട് നിലവിൽ. പക്ഷെ അത് നമ്മളൊന്ന് കൺഫേം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഈ ഒരു സെൻസസ് കൂടെ കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ആധാർ അപ്ഡേറ്റ് ചെയ്യണം എല്ലാ വർഷവും. ഇപ്പൊ ആധാർ എടുക്കുന്ന കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവര് 10 വർഷം കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മളൊക്കെ എല്ലാ 5 വർഷം കൂടുമ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എങ്ങും പോകേണ്ടതായ ആവശ്യമില്ല. ആ നമ്പർ നമ്മുടെ മൊബൈലിൽ തന്നെ ആപ്പിൽ കയറി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആകും. നമ്മുടെ ഈ ഫോണും ഒക്കെ അപ്ഡേറ്റ് ആകുന്നതൊക്കെ അത് അപ്ഡേറ്റ് ആയിക്കോളും. അങ്ങനെ എല്ലാ തരത്തിലും ഈ രാജ്യത്തിന് ഒരു അക്കൗണ്ടബിലിറ്റി വരികയാണ്. ഈ രാജ്യത്ത് എത്ര പൗരന്മാരുണ്ട്, എത്ര ജാതിയുള്ളവരുണ്ട്, എന്തൊക്കെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, അതെല്ലാവർക്കും ലഭ്യമാകും. ഇതുവരെ നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊന്നും ഒരു കൊട്ടത്താപ്പിന് പോയിട്ട് അങ്ങ് കണക്കെടുത്തിട്ട് അവര് കൂടുതലുണ്ട് ഇവര് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞൊരു കണക്കെടുക്കും. കൃത്യമായി തന്നെ ജാതീയ സെൻസസ് ഈ രാജ്യത്ത് അനിവാര്യമാണ്. കാരണം പട്ടികജാതി പട്ടികവർഗത്തിനൊക്കെ ഇക്കാലം അത്രയും കൊടുത്തിരുന്ന ഫണ്ടുകളെല്ലാം അവർക്ക് കൃത്യമായി കിട്ടിയോ, അവർക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായോ എന്നൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. ഇനി ഇവരുടെ മറവിൽ ആരെങ്കിലുമൊക്കെ ഈ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതും അറിയണമെങ്കിൽ ഇവരുടെ ഒരു കൃത്യമായ കണക്കും കാര്യങ്ങളും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ബാക്കിയുള്ള സമുദായത്തിന്റെ കണക്കുകളുടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ സമുദായം ബാക്കിലായിട്ടാണോ അതോ അവർക്ക് എന്തെങ്കിലും ഉന്നതി ഉണ്ടോ എന്ന് അറിയാൻ കഴിയൂ. പിന്നെയാണ് അതൊരു ചോദ്യം, നിങ്ങൾ കഴിക്കുന്ന ധാന്യം ഏതാ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ധനുഷ് നേരത്തെ വായിച്ചതിനകത്തുണ്ടായിരുന്നു. അത് കൃത്യമായി അറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിന് ഒരു വർഷം ശരാശരി എത്ര ടൺ അരി വേണം, ഈ അരി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് അത് എത്ര പോകും, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൃത്യമായ ഒരു കണക്ക് വേണം. കാരണം പലതരം അരിയുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന അരിയല്ല നോർത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ബസ്മതി റൈസും ഒക്കെയാണ് സാധാരണ അവർ യൂസ് ചെയ്യുന്നത്. അത് അറിയണം. കാരണം നമ്മുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് ആ ചോദ്യത്തിനുള്ളത്. കാരണം നമ്മുടെ ഭക്ഷ്യ ഉത്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പൊ 10 കിലോ അരി നമ്മൾ കൂടുതലായി ഉത്പാദിപ്പിക്കുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ വേണം. ഇതിനകത്ത് 2 കിലോ കേരളക്കാരൻ കൊണ്ടുപോകും, 2 കിലോ തമിഴൻ കൊണ്ടുപോകും എന്നൊരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാകണം. അപ്പൊ കൃത്യമായിട്ട് അത് വേണം. നാളെ ഒരു ഭക്ഷ്യക്ഷാമം നേരിട്ട് കഴിഞ്ഞാലും കൃത്യമായി തന്നെ അതിന്റെ കണക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ. മലയാളി അവര് അരിഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പൊ അവർക്കുള്ള ഒരു ഭക്ഷ്യക്ഷാമം വരുമ്പോൾ അതിനുള്ള ഒരു ഭാഗം നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെ വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ക്വസ്റ്റ്യൻ കേരളത്തിൽ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇതും കൊണ്ട് വീട് വീടാന്തരം കയറുന്നവരാരെങ്കിലും ആത്മഹത്യയോ തലകറങ്ങുമെന്ന്
എന്ന് എനിക്ക് അറിയത്തില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. നേരത്തെ നമ്മുടെ മറ്റേ ഇതായിരുന്നു വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോ തലകർക്കവും ആത്മഹത്യയൊക്കെ വരണ. ഇത് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഇത് കഴിഞ്ഞ 2011 സെൻസസ് ഇല്ലേ ധനുഷേ, അതിനകത്ത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കൂടുതലും അത് തന്നെയാണ്. പക്ഷെ അഡീഷണൽ ആയിട്ട് ചില പുതിയ ചോദ്യങ്ങളോട് വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം, ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യവും മാറിക്കൊണ്ടിരിക്കുക, ടെക്നോളജി മാറി, മറ്റു കാര്യങ്ങൾ മാറി. ഇപ്പൊ എല്ലാം AI മാറിക്കൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വർഷം കൂടി മാത്രമേ ഈ ആളുകൾ നേരിട്ട് വന്നിട്ടുള്ള സർവേക്കൊക്കെ പ്രസക്തിയുള്ളൂ. കാരണം ഡേറ്റ കംപ്ലീറ്റ് സർക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വാർഡ് മെമ്പറോ മറ്റുള്ളവരോ ആ മരിച്ച കാര്യം അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സർക്കാർ അതിനനുസരിച്ച് മുമ്പോട്ട് പോകും. അല്ലാതെ പഴയതുപോലെ ആളുകളെ തപ്പി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വരത്തില്ല. ഈ ആൾ ഇന്നടത്തുണ്ടോ, ഈ വീട്ടുകാരനാണോ എന്ന് വരില്ല. അങ്ങനത്തെ ഒരു രീതിയാണ്. ഇപ്പൊ തന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലാണെങ്കിൽ തന്നെയും 2002 വോട്ട് ചെയ്തവരൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇപ്പോഴേ റിഫ്രഷ് ചെയ്ത് SIR വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഇനിയിപ്പോ അവർ മരിച്ചാൽ മാത്രമേ ഉള്ളൂ ഇല്ലാതാകുന്നത്. ഇനിയിപ്പോ ഈ ഡബിളിങ് ആധാർ കാർഡും ഒക്കെ നിന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പ്രശ്നം നടക്കാത്തത്. ബീഹാറിൽ പോകുമ്പോഴും ബംഗാളിൽ പോകുമ്പോഴും ഒന്നും ആരും വരുന്നില്ല. ഈ ഉള്ളവനല്ലേ വരാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്തവന് വരാൻ പറ്റുമോ? പ്രതിഷേധമായിട്ട് മരിച്ചുപോയവന് വരാൻ പറ്റൂ? ഇല്ല കള്ളപ്പേരിട്ടവന് വരാൻ പറ്റുമോ? ഉള്ളവർക്കല്ലേ വരാൻ പറ്റും. ഇപ്പൊ എനിക്കൊരു വിഷയമുണ്ട്, ഞാൻ ജീവനോടുണ്ടെങ്കിൽ എനിക്ക് പോയി ചോദിക്കാൻ പറ്റും എന്റെ പേര് എന്തുകൊണ്ട് ഇല്ലെന്ന്. ഇല്ലാത്തൊരുത്തിന്, ഒരു അജ്ഞാതനായ ഒരുത്തിന് എങ്ങനെ വരാൻ പറ്റും? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അവിടെ ബംഗാളിലെ ഈ CPM തൃണമൂൽ കോൺഗ്രസും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ചില അവതാരങ്ങളാണ് അതൊക്കെ. ഈ ദൈവങ്ങളെ അങ്ങനെ സൃഷ്ടിക്കുമല്ലോ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി. അവർ വോട്ട് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് ആരാ എന്താ? ഇതൊരു വ്യക്തിയല്ല, പകരം ഒരു പേരും നാളും ഇട്ട ഒരു സംഭവം. അതിന് വോട്ട് ചെയ്യാൻ പോകുന്നത് ഇവരൊക്കെ തന്നെയാണ് പോകുന്നത്. അവരിപ്പോ നിന്നു, ആ പരിപാടി നിന്നു, കലാപരിപാടി നിന്നു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സെൻസസ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് ആ പള്ളികൾക്ക് പിന്നാലെ എല്ലാത്തിനും, ഈ രാജ്യത്തിന് എല്ലാത്തിനും ഒരു അക്കൗണ്ടബിലിറ്റി വരികാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായി തന്നെ അതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മുമ്പുണ്ടായിരുന്ന അതേപോലെ തന്നെ കൃത്യമായി തന്നെ കണക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമുണ്ട്. 140 കോടി ജനമുള്ള ഒരു വലിയ രാജ്യമാണ് എന്ന് കൂടി ആലോചിക്കണം നമ്മൾ. ആ 140 കോടി ജനത്തിനെയും ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ഡേറ്റ ബാങ്കിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അത് സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ഇത് വന്നപ്പോ, ഡിജിറ്റൽ പേയ്മെന്റ് വന്നപ്പോ നമ്മുടെ തോമസ് ഐസക് അടക്കം ചോദിച്ചതാണ് ഇതൊക്കെ ആര് വാങ്ങും. തോമസ് ഐസക് പോട്ടെ, ചിദംബരം പാർലമെന്റ് ചോദിച്ചതാണ് ഇത് ആര് ഇതൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചതാണ്. ഇന്ന് ഈ രാജ്യത്ത് 94% പേരും ഗൂഗിൾ പേ വഴിയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. പിച്ച എടുക്കാൻ വരുന്നവൻ പോലും QR കോഡാണ് നമുക്ക് തരുന്നത് ചെയ്യാൻ. കാലം മാറി. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.